പഴയ കാലത്ത് കല്യാണം കഴിച്ച ആളുകളുണ്ടല്ലോ, അവർ ഭാര്യമാരോട് വഴക്ക് കൂടിയിട്ട് തർക്കിക്കലുണ്ട്. ചിലപ്പോൾ അവരടിക്കലുമുണ്ട്, പ്രശ്നങ്ങളും ആകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ സമയത്തെ പെൺകുട്ടികളുണ്ട്, എല്ലാം സഹിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും. കാരണം വെച്ചാൽ അവർക്ക് ഉപ്പാനോടും അവരുടെ ആങ്ങളമാരോടും പറയാൻ പേടിയാണ്. അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ പറയും, ഉമ്മാവും പറയും, നീ കുറച്ചെങ്കിൽ സഹിച്ചിട്ട് നിൽക്കുക, അവന് നല്ല പുതിയാപ്പിളയല്ലേ എന്നറിയും. കാരണം വെച്ചാൽ അവരുടെ അടുത്ത ഇടയിലല്ലോ ഇല്ലേ ഈ പുതിയാപ്പിള നല്ലതായിട്ട് ചമയും. പക്ഷെ ഭാര്യ എൻ്റെ അടുത്തുണ്ടല്ലോ, അവന് എന്നും ഒരു കൂരനാണ്. ഇതിവർക്ക് അറിയുന്നില്ല, അതൊരു അഭിനയമാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിലില്ലേ, ഇന്നത്തെ കല്യാണം കഴിക്കുന്ന ഇന്നത്തെ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് പറയും, എനിക്ക് ആ പയ്യനെ വേണ്ട എന്ന് പറയും. കാലങ്ങൾ എത്ര ചേഞ്ചായല്ലേ. മുമ്പത്തെ കാലത്താണെങ്കിലും സഹിച്ചിട്ട് അവർ നിൽക്കുകയും ചെയ്യും. പക്ഷേ സ്വന്തം ഭർത്താവിന് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ആ പെൺകുട്ടികൾക്കത് വല്ലാതെ സങ്കടം തോന്നും. ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും പറയാം, അതിനൊരു പ്രശ്നമില്ല. പക്ഷെ വേറൊരാൾ പറയുമ്പോൾ അല്ലേ ഭർത്താവിനെ പറ്റിയിട്ട് വല്ലാതൊരു സങ്കടമാകുന്നതാണ് മുമ്പത്തെ കാലത്ത്. ഇപ്പോഴത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നൊരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കാണുന്നുള്ളത്. ഒരുപാട് പേര് തലാഖിൻ്റെ വക്കിലെത്തി തലാഖ് കൊടുത്തവരുമുണ്ട്. ഇന്നത്തെ പെൺകുട്ടികൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മുമ്പത്തെ കണക്കത്തെ, അല്ലേ? ഏതൊരു ഇതിനും ക്ഷമയുണ്ടെങ്കിൽ അവിടെ വിജയം ഉണ്ടാവും. അങ്ങനെ വിജയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്.